ദൈവശാസ്ത്രപരമായി പറഞ്ഞാൽ ദൈവീകരണത്തിലേക്കുള്ള യാത്ര. പ്രിയമുള്ളവരെ, ആ യാത്രയിൽ ക്ഷീണിച്ചു പോകാതെ നടക്കുവാനും തളർന്നു പോകാതെ ഓടുവാനുമുള്ള ഊർജം എനിക്ക് എവിടെ നിന്ന് ലഭിക്കും? ഈ 50 ദിവസത്തെ നോമ്പിൻ്റെ അവസാനം ക്രിസ്തു പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും സമാധാനത്തോടെ പോകുവിൻ. ഇല്ലേ? ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ അഭിവാദനം എന്താണ്? ഉദ്ധിതനായ ക്രിസ്തു നൽകുന്ന അഭിവാദനം, നിങ്ങൾക്ക് സമാധാനം ഉണ്ടായിരിക്കട്ടെ. ഓരോ പരിശുദ്ധ കുർബാനയിലും ആ ഉദ്ധാന പെരുന്നാളിൻ്റെ കർത്താവിൻ്റെ മനുഷ്യാവതാരത്തെ ശ്രേഷ്ഠമായി നാം ആഘോഷിക്കുമ്പോൾ പുരോഹിതനും പറയുന്നുണ്ട് അവസാനം, നിങ്ങൾ സന്തോഷിച്ച് സമാധാനത്തോടെ പോകുവിൻ. എങ്ങോട്ട് പോകാനാ? എവിടേക്ക് പോകാനാ? വീട്ടിലേക്ക് പോകാനാണോ? വീട്ടിലേക്കെന്നുള്ള അർത്ഥത്തിനേക്കാൾ ഉപരിയായി ഏൽപ്പിക്കപ്പെട്ട, നമുക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട ദൈവീകരണത്തിൻ്റെ അനുഭവത്തിലേക്ക്, ആ ദൈവത്തിൻ്റെ വിളിയുടെ നല്ല നാളുകളിലേക്ക് നടന്നു പോകുവാനാണ് നമ്മോട് പറയുന്നത്. സമാധാനത്തോടെ